സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരിടമാണ് മലയോരം. ഈ മലയോര മേഖലയിലെ മനുഷ്യർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി കെയർ OP എന്നൊരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് യുനാനി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മുഹമ്മദ് ഉവൈസിനോട് തന്നെ ചോദിച്ചറിയാം. മർക്കസ് നോളജ് സിറ്റിയുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് കെയർ OP എന്ന ഈ സൗകര്യം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കെയർ OP കെയർ IP എന്നുള്ള പദ്ധതി മർക്കസ് നോളജ് സിറ്റിയുടെ ചുറ്റുഭാഗത്തുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ചികിത്സ മുടങ്ങിക്കിടക്കുന്ന നിർധനരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു അപേക്ഷാ ഫോറം ഉണ്ട്. ആ ഫോറം അവർ ഫില്ല് ചെയ്യുക. അതിന്റെ കൂടെ ഇവർ ദാരിദ്ര്യരേഖയുടെ താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാർഡ് അഥവാ BPL കാർഡ് അവർ സമർപ്പിക്കുക. റേഷൻ കാർഡ് സമർപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകളായിട്ടുള്ള മതരാഷ്ട്രീയ സംഘടനകൾ അവരുടെ രേഖാമൂലമുള്ള ലെറ്റർ സമർപ്പിക്കുക. ഇത് ലഭിക്കുന്നതോടുകൂടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ അപേക്ഷ സമർപ്പിക്കലോടുകൂടെ ഇവർക്ക് നമ്മൾ ഒരു ചാർട്ട് ചെയ്യും. ഈ ചാർട്ടിൽ അവരെ ഒരുപാട് അപേക്ഷകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഏതാണോ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നുള്ള കാറ്റഗറി വെച്ചിട്ട് അവരെ നമ്മൾ വിളിക്കും. അവർക്ക് വേണ്ട രീതിയിലുള്ള കിടത്തി ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യ നിരക്കിലായിരിക്കും. അതുകൂടാതെ തന്നെ അവർക്കുള്ള ചികിത്സകൾ, വേദനകൾക്കുള്ള ഒഴിച്ചില്, അങ്ങനത്തെ ചികിത്സകളൊക്കെ സൗജന്യ നിരക്കിൽ തന്നെ ആയിരിക്കും. ഇവർക്ക് ഇതിന്റെ കൂടെ പിന്നെ എക്സ്ട്രാ ചാർജുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും മാത്രമായിരിക്കും. കൺസൾട്ടേഷൻ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. പരിസര പ്രദേശത്തുള്ളവർക്കാണ് നിങ്ങൾ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ നാടുകളിലുള്ളവർക്കാണ് സൗകര്യം ചെയ്യുന്നത്? ഇതിലിപ്പോൾ നമ്മൾ ഇന്നതായിട്ടുള്ള ഒരു പരിസര പ്രദേശം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രീകരിച്ച് എടുത്തിട്ടില്ല. പക്ഷേ നോളജ് സിറ്റിയുടെ ചുറ്റുഭാഗത്തുള്ള 40 വില്ലേജുകളെ നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ കേരളത്തിലുടനീളം ഇങ്ങനെ നിർധനരായിട്ടുള്ള തീർത്തും ആവശ്യമായിട്ടുള്ള രോഗികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ സജ്ജീകരണം കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ പരിസര വില്ലേജ് എന്ന് പറയുമ്പോൾ താമരശ്ശേരി, പുതുപ്പാടി, കോടഞ്ചേരി, കട്ടിപ്പാറ പോലുള്ള പഞ്ചായത്തുകൾ പൂർണ്ണമായിട്ട് സേവനങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ഇതിലപ്പുറത്തുള്ള സേവനങ്ങൾ വേണമെങ്കിൽ, പരിചരണങ്ങൾ ആവശ്യമാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ലഭിക്കുന്നത്? മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10-15 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഈ ഒരു സ്ഥാപനത്തിൽ ഇതിന് പുറമെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ ചികിത്സാ രീതികളുണ്ട്. ത്വക്ക് രോഗങ്ങൾ, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് പോസ്റ്റ് കീമോ വെൽനസ്, അഥവാ ക്യാൻസർ കഴിഞ്ഞിട്ട് ഒരു മരുന്ന് ഇല്ലാതെ ഇനി എന്ത് ചെയ്യുന്നുള്ള ഉത്തരം മുട്ടി കിടക്കുന്ന രോഗികൾക്കുള്ള ഒരു ഉത്തരമായിട്ട് പോസ്റ്റ് കീമോ വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രസവാനന്തര ചികിത്സ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഡയബറ്റീസ് റിവൈവൽ പ്രോഗ്രാം, അഥവാ പ്രമേഹത്തെ മരുന്നില്ലാത്ത സ്ഥിതിയിലേക്ക് അവരെ മാറ്റിയെടുക്കലും പ്രമേഹം പൂർണ്ണമായിട്ടും നോർമലായി കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ മഴക്കാലം, മൺസൂൺ കാലങ്ങൾ, ഈ കാലങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വെൽനസ് പ്രോഗ്രാമുകൾ നമ്മളിവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇപ്പോൾ എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണമോ അല്ലെങ്കിൽ ശാരീരിക പ്രകൃതം കാരണം വരുന്ന പൊണ്ണത്തടികൾക്ക് പൂർണ്ണമായിട്ടും അവരെ തടിക്ക് ശരീരത്തിനനുസരിച്ചിട്ടുള്ള പാകമായ തടിയിലൂടെ അത് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികളും ആവശ്യമുള്ളവർക്ക് മരുന്ന് അല്ലെങ്കിൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സയും നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. കൂടാതെ തന്നെ സ്ട്രോക്ക് സംഭവിച്ചിട്ട് കിടപ്പിലായിട്ടുള്ള ആളുകളെ ഫിസിയോതെറാപ്പിയുടെയും യുനാനി ചികിത്സയുടെയും കൂടെ പിൻബലത്തോടുകൂടെ അവരെ പൂർണ്ണമായിട്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. ഏകദേശം ഇവിടെ വാർഡ്, അതുപോലെ റൂം സൗകര്യങ്ങളിൽ താമസിച്ചു 2 നേരത്തെ ഫിസിയോതെറാപ്പി, യുനാനി ചികിത്സകൾ ആവശ്യമുള്ളവർക്ക് യുനാനി ചികിത്സകളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് രോഗികൾ ഇപ്പോൾ പല ദിക്കുകളിൽ നിന്ന്, പല നാട്ടുകളിൽ നിന്ന് വന്ന് കിടപ്പിലായി വന്നിട്ട് നടന്നു പോയ സാഹചര്യങ്ങൾ നമുക്ക് അനുഭവമുണ്ട്. ഇവിടെ വാർഡ് സൗകര്യങ്ങളും അതുപോലെ റൂം സൗകര്യങ്ങളും ഒക്കെ. അതെ. ഇവിടെ ഏകദേശം വാർഡ്, അതുപോലെ റൂം സൗകര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. വാർഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള വാർഡും അതുപോലെ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായിട്ടുള്ള വാർഡുകൾ 10 to 20 ബെഡോളം വാർഡുകളിലുണ്ട്. അതുപോലെ തന്നെ റൂം സൗകര്യങ്ങളുണ്ട്. റൂം ഓരോ കാറ്റഗറി ബേസ് ആയിട്ടുള്ള റൂമുകളുണ്ട്. നോർമൽ റൂം മുതൽ പ്രീമിയം ടൈപ്പ് റൂമുകൾ വരെയുണ്ട്. യുനാനിയിൽ വളരെ പ്രസിദ്ധമാണ് ഹിജാമ പോലുള്ള എന്തൊക്കെ ചികിത്സകളാണ്, എങ്ങനെയൊക്കെയാണ് ഇവിടെ ലഭ്യമായിരിക്കുന്നത്? ഹിജാമ എന്നുള്ളത് യുനാനിയിൽ ഒരുപാട് ചികിത്സാ രീതികളിൽ ഒന്ന് മാത്രമാണ്. വെരിക്കോസ് വെയിന് പ്രത്യേകമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഉയിച്ചിലാണെന്നുണ്ടെങ്കിലും കപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും ധാര, കിഴി പോലത്തെ ഒരുപാട് ചികിത്സകളുണ്ട്. ഇപ്പൊ ഹിജാമ ചികിത്സകൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹിജാമ എന്നുള്ളത്. കൊളസ്ട്രോൾ, അതുപോലെ തന്നെ യൂറിക് ആസിഡ് പോലത്തെ സ്ഥിരമായിട്ട് നമ്മൾ മരുന്ന് കുടിച്ചു പോകുന്ന രോഗങ്ങൾക്കൊക്കെ ഹിജാമ കൃത്യമായിട്ട് ഒരു ടൈം ഗ്യാപ്പിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് എന്തായിട്ടും നോർമലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷങ്ങൾ കണ്ടുവരുന്നുണ്ട്. പരിസര പ്രദേശത്തെ ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് അവിടെയുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സംവിധാനം നിങ്ങളുടെ കീഴിലുണ്ട്. എങ്ങനെയാണ് ഈ ക്യാമ്പുകൾ എവിടെയൊക്കെയാണ് നടക്കാറുള്ളത്? ഇപ്പോൾ നിലവിൽ ഈ മർക്കസ് നോളജ് സിറ്റിയുടെ ചുറ്റുഭാഗത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 4-5 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ നിരന്തരമായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ തന്നെ നടത്തുന്നുണ്ട്.
അത് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് പുതുപ്പാടി പഞ്ചായത്തിൽ സ്ഥിരമായിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. അത് രോഗികൾക്കും ആ നാട്ടുകാർക്കും ആവശ്യകതമാണ് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്തുള്ള കരികുളം എന്നുള്ള പ്രദേശത്ത് നമ്മളൊരു എക്സ്റ്റൻഷൻ സെൻറ്റർ എന്ന പോലെ സൗജന്യ നിരക്കിൽ അവിടെ കൺസൾട്ടേഷനും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ്, അല്ലാത്തവർ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് സൗജന്യ നിരക്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പുറമെ പല ജില്ലകളിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മെഡിക്കൽ ക്യാമ്പുകൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ ഡോക്ടേഴ്സ്, എല്ലാ ടീം അടക്കം നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അത് പരിശോധനയാവാം, മരുന്നാവാം, അതുപോലെ അവിടുന്ന് വേണ്ട ചില്ലറ ചികിത്സകളുമാവാം. ബാക്കിയുള്ള തുടർ ചികിത്സകൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ആനുകൂല്യങ്ങളോടുകൂടെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് അവരെ രോഗം ഭേദമാവുന്നവരെ ചികിത്സ എടുക്കാവുന്നതാണ്.